2 ദിവസം മുമ്പ് കൽക്കട്ട ഹൈക്കോടതി വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണവും ഒരു പരാമർശവും നടത്തുകയുണ്ടായി. മലയാളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടോ അത് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. പത്രങ്ങളിലോ ചാനലുകളിലോ വളരെ വിശദമായ വാർത്തകളൊന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടില്ല. ഒരു പക്ഷേ ഞാൻ കാണാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു പരാമർശമാണ് കൽക്കട്ട ഹൈക്കോടതി നടത്തിയത്. അത് കേരളത്തിനും ബാധകമാണ്. കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങളതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. മറ്റൊന്നുമല്ല കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞത്, അല്ലെങ്കിൽ അവിടെ പരാമർശിച്ചത്, ഈ ബംഗാളിലെ രാജ്യാന്തര അതിർത്തി, ബംഗ്ലാദേശുമായിട്ട് രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് കേന്ദ്ര സർക്കാർ വേലി കെട്ടാൻ തീരുമാനിച്ചു. ആ വേലി കെട്ടുന്നതിന് ആവശ്യമായ ഭൂമി നമ്മുടെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് സംസ്ഥാന സർക്കാരാണ് ഏറ്റെടുത്ത് നൽകേണ്ടത്. നിരവധി തവണ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കത്തുകൾ അയച്ചെങ്കിലും, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് റിമൈൻഡറുകൾ അയച്ചെങ്കിലും മമതാ ബാനർജി അതൊന്നും കണ്ടതായിട്ട് പോലും നടിച്ചില്ല. ഈ രാജ്യാന്തര അതിർത്തിയിൽ ബംഗ്ലാദേശും പശ്ചിമ ബംഗാളുമായിട്ട് വേർതിരിക്കപ്പെടുന്ന രാജ്യാന്തര അതിർത്തിയിൽ വേലി കെട്ടണം എന്നുള്ള ആവശ്യം കേന്ദ്ര സർക്കാർ നിരവധി തവണ ഉന്നയിച്ചതാണ്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലടക്കം ചില ഹർജികൾ വരികയും വേലി കെട്ടി അതിർത്തി സുരക്ഷിതമാക്കാനുള്ള നിലപാട് കോടതി അടക്കം സ്വീകരിക്കുകയും ചെയ്തതാണ്. അങ്ങനെ കേന്ദ്ര സർക്കാർ വളരെ ആസൂത്രിതമായിട്ട് അതിർത്തിയിൽ വേലി കെട്ടി സംരക്ഷിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അതിന് കൃത്യമായിട്ട് ഭൂമി ഏറ്റെടുത്ത് നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും നമ്മുടെ ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജി അതിന് തയ്യാറായില്ല എന്നു മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കത്തുകൾ ലഭിച്ചതായിട്ട് പോലും മമത മറുപടി നൽകിയില്ല. ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ ഉന്നയിക്കുകയും ചോദ്യം വന്നപ്പോൾ അതിന് മറുപടി പറയുകയും ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞു, 10-ലധികം തവണ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കത്തയച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവർ മറുപടി നൽകിയില്ല, ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ അവിടെ ഈ വേലി കെട്ടും? BSF നിരവധി തവണ BSFിൻ്റെ ഡയറക്ടർ ജനറൽ ഇക്കാര്യം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് കത്ത് മുഖേന, രേഖകൾ മുഖേന ആവശ്യപ്പെട്ടെങ്കിലും അവർ നിസ്സംഗമായി പ്രതികരിക്കുകയായിരുന്നു. ഒരു മറുപടിയും നൽകിയില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞത്. ഇപ്പോഴിതാ കൽക്കട്ട ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനമാണ് മമതയോട് നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ മമതയെ കാലിൽ തൂക്കി നിലത്തടിക്കുന്ന ഒരു നിരീക്ഷണമാണ് കൽക്കട്ട ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. കൽക്കട്ട ഹൈക്കോടതി എത്രയും വേഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് അതിർത്തിയിൽ വേലി കെട്ടാനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ഭൂമി ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറണം. എങ്കിൽ മാത്രമേ അവിടെ BSFന് വേലി നിർമ്മിക്കാൻ കഴിയുള്ളൂ, അതിർത്തി സുരക്ഷിതമാക്കാൻ കഴിയുകയുള്ളൂ. ഈ അതിർത്തി ഇങ്ങനെ തുറന്നിടുന്നതിലൂടെ മമത തൻ്റെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുകയാണ് എന്ന ആക്ഷേപവും ആരോപണവും BJP വളരെ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. നമുക്കതിനെ രാഷ്ട്രീയമായിട്ട് കണ്ട് തള്ളിക്കളയാം. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മമത ഇങ്ങനെ നിസ്സംഗമായി, നിരുത്തരവാദപരമായി പെരുമാറുന്നത് എന്നാണ് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ചോദ്യം. കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതിർത്തിയിലെ സുരക്ഷ എന്ന് പറയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കി വയ്ക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഈ കാര്യത്തിൽ ഭരണപരമായ വൈകൽ, താമസം നേരിടുന്നത്
ഒട്ടും തന്നെ സഹിക്കാൻ കഴിയില്ല, അതിന് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്നാണ് കൽക്കട്ട ഹൈക്കോടതി രണ്ടാമതായി ചൂണ്ടിക്കാട്ടിയത്. മൂന്നാമതായിട്ട് പറഞ്ഞത് ദേശ സുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകണം, അതിനെയാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്, അല്ലാതെ മറ്റൊന്നിനുമല്ല. അതുകൊണ്ട് ദേശീയ സുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഈ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടി പറഞ്ഞ കൽക്കട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം ചോദിച്ചു. എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, സ്റ്റേറ്റ് എന്താണ് ചെയ്യുന്നത്, സംസ്ഥാനം പ്രവിശ്യ അല്ലെങ്കിൽ സംസ്ഥാനം എന്താണ് ഈ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കോടതി കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അതിന് മറുപടിയും നൽകി. ആ മറുപടി വന്നപ്പോഴാണ് കൊൽക്കട്ട ഹൈക്കോടതി ഈ മമതയുടെ നിസ്സംഗതയെ ചുരുട്ടിക്കൂട്ടി അല്ലെങ്കിൽ വാരി നിലത്തടിച്ചുകൊണ്ട് കൃത്യമായി വടിയെടുത്തത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ദേശീയ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ച കോടതി എത്രയും വേഗം, ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഭരണപരമായ തീരുമാനമെടുത്ത് നടപടികൾ ആരംഭിക്കണം എന്നാണ് മമതയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരാഴ്ചയിൽ കൂടുതൽ സമയം അനുവദിക്കാൻ കഴിയില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബംഗാളിലേക്ക് നുഴഞ്ഞു കയറുന്ന, തുറന്നു കിടക്കുന്ന അതിർത്തിയിലൂടെ ബംഗാളിൽ എത്തുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യകളും അവിടെ നിന്ന് വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ID കാർഡുകളും ഒക്കെ ഉണ്ടാക്കി നേരെ കേരളം പോലൊരു സംസ്ഥാനത്തിലേക്കാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഓപ്പറേഷൻ ക്ലീൻ നടപ്പാക്കിയപ്പോൾ എത്ര ബംഗ്ലാദേശികൾ പിടിയിലായി എന്ന് നമുക്കറിയാം. നൂറുകണക്കിന് ബംഗ്ലാദേശികളാണ് എറണാകുളം പോലെ ഒരു മെട്രോ നഗരത്തിൽ നിന്ന് പിടിയിലായത്. എറണാകുളം നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പാർക്കുന്ന ഈ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും തങ്ങൾ ബംഗാളികളാണ് എന്ന നാട്യത്തിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ വിശദമായ പരിശോധനയിൽ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി എറണാകുളം റൂറൽ പോലീസിന് മനസ്സിലായി ഇവരൊന്നും തന്നെ ഇന്ത്യക്കാരല്ല, ബംഗാളികളല്ല, മറിച്ച് ബംഗാളിലേക്ക് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നടപടിക്ക് വിധേയരാക്കി ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന നടപടി പുരോഗമിക്കുകയാണ്. എന്തായാലും നമ്മൾ കരുതിയിരുന്നേ മതിയാവുകയുള്ളൂ. കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് ഇത്തരക്കാർ നുഴഞ്ഞു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കേരളത്തിൽ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെടുന്നത് 95% ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അതിനുള്ളിലേക്ക് ഇവർ നുഴഞ്ഞു കയറിയാൽ ഇവർ ബംഗാളിയാണോ, ആസാമിയാണോ, ബീഹാറിയാണോ, ബംഗ്ലാദേശിയാണോ, അതോ റോഹിംഗ്യനാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അവരെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള മാനദണ്ഡങ്ങളൊന്നും ഇവിടെ, സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇത് കേരളത്തിനും വലിയ വെല്ലുവിളിയാണ്. എന്തായാലും മമതയ്ക്ക് നേരെ ഉണ്ടായ ഈ ഒരു നിരീക്ഷണം, ഈ ഒരു പരാമർശം കൊൽക്കട്ട ഹൈക്കോടതി നടത്തിയത് ഒരു കാരണവശാലും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്ന വാശിയിലാണ് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിതങ്ങനെ വിട്ടുകളയാൻ സാധിക്കില്ല. കൃത്യമായിട്ട് മമതയ്ക്ക് നേരെ വടിയെടുത്തിരിക്കുകയാണ് കൊൽക്കട്ട ഹൈക്കോടതി. 7 ദിവസത്തിനകം നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ മമത സമാധാനം പറയേണ്ടി വരും. നമുക്കറിയാം വഖഫ് നിയമ ഭേദഗതിയിൽ മമത എന്താണ് പറഞ്ഞതെന്നും ഒടുവിൽ എന്താണ് ചെയ്തതെന്നും. അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിൽ മമത എന്താണ് പറഞ്ഞത്, എന്താണ് പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം. ഈ 2 കാര്യങ്ങളിലും മുട്ടുമടക്കി കേന്ദ്ര സർക്കാരിന് മുന്നിൽ വിനീത വിധേയയായി നിന്ന മമത കൃത്യമായിട്ട് പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പാക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു. ആ കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെയും അതുപോലെ തന്നെ ഈ അതിർത്തിയിലെ, രാജ്യാന്തര അതിർത്തിയിലെ സുരക്ഷ ഒരുക്കുന്നതിന് മമത കൃത്യമായി 7 ദിവസത്തിനകം നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.